ടൈപ്സിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഡു നോട്ട് ജനറലി റിക്വയർ ദ ഡിക്ലറേഷൻ ഓഫ് ടൈപ്പ് ഫോർ വേരിയബിൾസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു വേരിയബിൾസിൻ്റെ കേസിൽ വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വേരിയബിൾസിൻ്റെ ടൈപ്പ് നമ്മൾ സാധാരണ കേസിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ വേണ്ടി വരില്ല. ഓക്കെ, മോസ്റ്റ് പെർഫോം എക്സ്റ്റെൻസീവ് റൺ ടൈം ചെക്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ദ വാല്യൂസ് ആർ നെവർ യൂസ്ഡ് ഇൻ അപ്രോപ്രിയേറ്റ് വേസ്. ഓക്കെ, റൺ ടൈമിൽ മാത്രമാണ് നമ്മൾ വേരിയബിൾസിൻ്റെ ടൈപ്പ് കറക്റ്റ് ആണോ ഇല്ലയോ ചെക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻറ്റിജർ അഡീഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ റൺ ടൈമിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് വൈ എന്ന് 2 വേരിയബിൾസാണ് ഇൻറ്റിജർ അഡീഷൻ എടുത്തേക്കുന്നതെങ്കിൽ ആ വേരിയബിൾസിന് കൊടുത്തേക്കുന്ന വാല്യൂസ് ഇൻറ്റിജേഴ്സ് തന്നെയാണോ, എക്സും വൈയും ഇൻറ്റിജേഴ്സ് തന്നെയാണോ എന്ന് റൺ ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സം ലാംഗ്വേജസ് സ്കീം പൈത്തൺ ആൻഡ് റൂബി ആർ റിലേറ്റീവ്ലി സ്ട്രിക്റ്റ് അബൌട്ട് ദിസ് ചെക്കിങ്. പക്ഷേ ചില സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആയ സ്കീമും പൈത്തണും റൂബി എന്താണ് സ്ട്രിക്റ്റ് ആണ്, അതായത് അവിടെ ടൈപ്പ് ചെക്കിങ് പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, പേൾ ടേക്ക് ദ പൊസിഷൻ ദാറ്റ് പ്രോഗ്രാമേഴ്സ് ഷുഡ് ചെക്ക് ഫോർ ദ എറേഴ്സ് ദേ കെയർ അബൌട്ട്. അപ്പം പേൾ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും എറേഴ്സ് വരുമ്പോൾ പ്രോഗ്രാമേഴ്സ് തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്, കമ്പൈൽ ചെയ്തത് കണ്ടുപിടിക്കുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് ചെക്ക് ദ പ്രോഗ്രാം ഷുഡ് ഡു സംതിങ് റീസണബിൾ. ഇനി അങ്ങനെ അല്ലാത്ത പക്ഷം എന്താണ് ചെയ്യുക, അവിടെ പ്രോഗ്രാമിനനുസരിച്ച് എന്തെങ്കിലും കോഡ്സ് കാണും, അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് ചെക്ക് ദ പ്രോഗ്രാം ഷുഡ് ഡു സംതിങ് റീസണബിൾ. ഓക്കെ, സോ ഫസ്റ്റ് ഡേറ്റ ടൈപ്പ് നമ്മളുടെ ന്യൂമറിക് ടൈപ്പാണ് നോക്കുന്നത്. ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ന്യൂമറിക് ടൈപ്പ് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്പേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആർ ഓൾവേസ് ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ നമ്പർ ഡേറ്റ ടൈപ്പ് എങ്ങനെയാണ്, ഏത് ഡേറ്റ ടൈപ്പാണ് ന്യൂമറിക് ടൈപ്പ് ഏതാണ്? ലാംഗ്വേജായ ജാവാസ്ക്രിപ്റ്റിൽ നമ്പേഴ്സ് എങ്ങനെയാണ്, ഏതാണ് ഫോളോ ചെയ്യുന്നത്, ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇൻ TCL ദേ ആർ സ്ട്രിങ്സ്. TCL സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ സ്ട്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ എന്തെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വേണമെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ്സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഒന്ന് ഇൻറ്റിജേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ടു ദീസ് പേൾ ആൻഡ് റൂബി ആഡ് ആർബിട്രറി പ്രിസിഷൻ ഇൻറ്റിജേഴ്സ് സംടൈം നോൺ ആസ് ബിഗ് നംസ്. ഇനി ഇത് കൂടാണ്ട് പേൾ ആൻഡ് റൂബി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മൾട്ടി വേർഡ് ഇൻറ്റിജേഴ്സ്, അതിന് പറഞ്ഞ പേരാണ് ബിഗ് നംസ്, ആഡപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ദേ ആർ ദ ഡിസീസസ് അല്ലെങ്കിൽ പ്രീ ഡിസീസേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയും. പൈത്തൺ ഹാസ് ബിഗ് നംസ് 2 പ്ലസ് സപ്പോർട്ട് ഫോർ കോംപ്ലക്സ്. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെയൊക്കെ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിനകത്തും ഈ ബിഗ് നംസ് ഉണ്ട്. സ്കീം ഹാസ് ഓൾ ഓഫ് ദി എബോവ് പ്ലസ് പ്രിസൈസ് റാഷണൽസ്. സ്കീമിൽ ഈ പറഞ്ഞ എല്ലാം ഉണ്ട്, അത് കൂടാണ്ട് റാഷണൽസ്, അത് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫിക്സ്നം ആൻഡ് ബിഗ്നം ആർ ബോത്ത് ഡിസെൻസ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സിനകത്ത് അത് ഡേറ്റ ടൈപ്സ് ആണ് വീണ്ടും പറയുന്നത്. കേർഷൻ ഇൻ റൂബി ആൻഡ് പേൾ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ പൈത്തൺ, റൂബി, TCL, AWK, പേൾ, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിലെല്ലാം എങ്ങനെയാണ് ഓരോ ഡേറ്റ ടൈപ്പ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഇഫ് ഈ ടൈപ്പ് ദ ഫോളോയിങ് റൂബിയിൽ നമ്മൾ A=4 എന്ന് വെറുതെ കൊടുക്കുകയാണ്. എന്നിട്ട് പ്രിൻറ്റ് A+3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടൈപ്പ് എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്താണ് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫെയിൽ ടു കൺവേർട്ട് 3 ഇൻറ്റു സ്ട്രിങ്. അവിടെ നമ്മൾ 4 ഒരു ഡബിൾ കോഡ്സിന് അതൊരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് A+3 എന്ന് കൊടുക്കുമ്പോൾ അവിടെ 3യെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊരു എറർ മെസ്സേജ് വരും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പേൾ നമ്മൾ $A=4 എന്ന് കൊടുത്തിട്ട് പ്രിൻറ്റ് $A.3 എന്നും പ്രിൻറ്റ് $A+3 എന്ന് കൊടുത്തു. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോട്ട് ഓപ്പറേഷൻ നമ്മൾ പേളിൽ കോൺകാറ്റിനേഷനും പ്ലസ് അഡീഷനുമാണ് കാണിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ ഈ ഒരു കോഡ് പറഞ്ഞതാണ്. സോ $A വാല്യൂ 4.3 4ഉം 3 കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 4ഉം 3 അടുത്തടുത്ത് കിട്ടി. പിന്നെ $A+3 4+3 7 കണ്ടോ ഔട്ട്പുട്ട് കിട്ടി. സോ ഈ സെയിം സാധനം തന്നെ നമ്മൾ റൂബിയിൽ എഴുതിയപ്പോഴത്തേക്കിനും നമുക്ക് എന്ത് ചെയ്തു, ഒരു എറർ വന്നു. പക്ഷെ നമുക്ക് പേളിലത് പറ്റും. സോ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡേറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, വേണ്ട. സോ നെക്സ്റ്റ് കോമ്പോസിറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണ് കോമ്പോസിറ്റ് ടൈപ്പിന് എക്സാമ്പിൾ. അറേസ്, ലിസ്റ്റ്, ഡിക്ഷണറീസ് ഒക്കെയാണ് നമ്മുടെ കോമ്പോസിറ്റ് ടൈപ്പിന് എക്സാമ്പിൾ. ഫോർ കോമ്പോസിറ്റ് ടൈപ്പ് എ ഹെവി എംഫസിസ് ഈസ് ഓൺ മാപ്പിംഗ്, ഓൾസോ കോൾഡ് ഡിക്ഷണറി. ഹാഷസും അറേസും അതുപോലെ തന്നെ ലിസ്റ്റും ഡിക്ഷണറീസും ഒക്കെ കോമ്പോസിറ്റ് ടൈപ്പിന് എക്സാമ്പിളാണ്. Perl, the oldest of the widely used scripting language, inherits its principal composite type array and hash from AWK.
അപ്പോൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് പേൾ. അതിലുപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് കോമ്പോസിറ്റ് ടൈപ്സായ അറേസും അതുപോലെ തന്നെ ഹാഷ്, ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്ന എവിടെ നിന്നാണ്? AWK എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ നിന്നാണ് പേൾ ഈ രണ്ട് കോൺസെപ്റ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ യൂസസ് പ്രിഫിക്സ് ക്യാരക്ടേഴ്സ് ഓൺ വേരിയബിൾ നെയിംസ് ആസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പേളിനകത്ത് ഒരു വേരിയബിളിൻ്റെ പേര് ഇവിടെ ഫൂ എന്നാണ്. ഓക്കെ, ഫൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതിന് മുമ്പിൽ നമ്മൾ ജസ്റ്റ് $എന്ന് കൊടുത്താൽ അത് ഒരു സ്കേലാർ ടൈപ്പ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ വേരിയബിളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫൂ എന്നുള്ളതാണ് ഇവിടെ വേരിയബിൾ, അതിൻ്റെ എക്സ് എന്ന വൈ എന്ന് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഒരു @ സിമ്പിൾ കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു അറേ ആണെന്നാണ്. ഫൂവിൻ്റെ പ്രിഫിക്സ് ആയിട്ട് നമ്മളൊരു പെർസെൻറ്റേജ് സിമ്പിൾ കൊടുത്തതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഹാഷ് ആണെന്നാണ്. ആംബ്രസൻറ്റ് സിമ്പിൾ കൊടുത്താൽ അതൊരു സബ് റൂട്ടീൻ ആണെന്നാണ്. ഓക്കെ, ഇനി വെറുതെ ഒന്നും അല്ലാതെ വെറുതെ നമ്മൾ ഒരു വേരിയബിൾ മാത്രം എഴുതുവാണെങ്കിൽ ഇസ് എ ഫൈൻ ഹാൻഡ്ലർ ഓർ ആൻ IO ഫോമാറ്റ് ഡിപ്പെൻഡിങ് അപ്പോൾ ദ കോൺടെക്സ്റ്റ് അത് വേരി ചെയ്യും. ഓക്കെ, സോ വെറും $ഇട്ട് കഴിഞ്ഞാൽ അത് സ്കേലാർ, ഒന്നും ഇല്ലെങ്കിൽ അതൊരു ഫൈൻ ഹാൻഡ്ലർ അല്ലെങ്കിൽ IO ഫോർമാറ്റ്, ആംബ്രസൻറ്റ് ആണെങ്കിൽ സബ് റൂട്ടീൻ, പെർസെൻറ്റേജ് ആണെങ്കിൽ ഹാഷ്, @ സിമ്പിൾ ആണെങ്കിൽ അറേ. ഓക്കെ, സോ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്, ഡേറ്റ ടൈപ്സ്, കോമ്പോസിറ്റ് ടൈപ്സ് എങ്ങനെയാണെന്ന് പറയുകയാണ്. ഇപ്പോൾ പേൾ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അറേസും ഹാഷസും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമുക്ക് സാധാരണ കേസിൽ പേളിൽ ഓർഡിനറി അറേസ് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റിലാണ്. നമുക്ക് അതിലും അറിയാം, നമ്മൾ സാധാരണ കേസിൽ അറേസ് നമ്മളെങ്ങനെ എഴുതുന്നത്? ആ സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ പഴയ പോലെ നമ്മൾ സിയിലൊക്കെ പഠിച്ച പോലെ തന്നെ അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്നാണ്. ഓക്കെ, ഇൻഡെക്സ് സ്റ്റാർട്ട് വിത്ത് 0. സോ നിങ്ങൾ നോക്കിക്കേ, കളേഴ്സിൻ്റെ ഫ്രണ്ടിലാണ് @ സിമ്പിൾ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു @ സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, @ സിമ്പിൾ കാണിക്കുന്നത് അറേക്ക് വേണ്ടിയിട്ടാണ്. സോ ഇവിടെ കണ്ടോ, @ സിമ്പിൾ, സോറി ഇതണ്ടേ, @ സിമ്പിൾ കളേഴ്സ്. സോ എന്താണ്? അതൊരു അറേയാണെന്ന് കാണിക്കാൻ വേണ്ട. @ സിമ്പിൾ ഉണ്ടെങ്കിൽ അതെന്താണ്? അറേയാണ്. സോ അറേ കളേഴ്സ്, അറേയുടെ പേരാണ് കളേഴ്സ്. അവിടെ ഏതൊക്കെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്? റെഡ്, ഗ്രീൻ, ബ്ലൂ. ദാറ്റ് ഈസ് അവിടെ അറേ ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. ദെൻ പ്രിൻറ്റ് $കളേഴ്സ് ഓഫ് 1. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് അറേ ഓഫ് 0 ആണ്, ഇത് അറേ ഓഫ് 1 ആണ്, ഇത് അറേ ഓഫ് 2 ആണ്. കാര്യം അറേ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് 0 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ഏത് കിട്ടും? നമുക്ക് ഗ്രീൻ കിട്ടും. അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് അറേ ജസ്റ്റ് ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. ഇത് അറേന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ സിമ്പിൾ. ഇത് അറേയുടെ പേരാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇത് ഇനിഷ്യലൈസേഷനാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ ഹാഷസ് അറേയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അറേ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് കാണിച്ചത്? ഓർത്തോളം കേർലി ബ്രേസസ് വെച്ചിട്ടാണ് നമ്മൾ ഹാഷസും ഇൻഡെക്സ് ചെയ്യുന്നത്. ആൻഡ് ക്യാരക്ടർ സ്ട്രിങ് നെയിം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഞാൻ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, അതാണ്ടേ ഹാഷ് കാണിക്കാൻ വേണ്ടിയുള്ള സിമ്പിളാണ് പെർസെൻറ്റേജ്. കണ്ടോ, അതാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്, പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും? അത് ഹാഷസ് ആണെന്ന് മനസ്സിലാവും. @ സിമ്പിൾ ആണെങ്കിലോ അറേ ആണെന്ന് മനസ്സിലായിക്കണം. സോ കോംപ്ലിമെൻറ്റ്സ്, ഹാഷിൻ്റെ പേരുടെ കൊടുത്തിട്ടുണ്ട് കോംപ്ലിമെൻറ്റ്സ്. റെഡിന് ഇക്വലൻ്റായിട്ട് സിയാൻ കൊടുത്തു, ഗ്രീന് മജന്ത കൊടുത്തു, ബ്ലൂവിന് യെല്ലോ കൊടുത്തു. എന്നിട്ട് പ്രിൻറ്റ് $കോംപ്ലിമെൻറ്റ്സ് ഓഫ് ബ്ലൂ, അതായത് ബ്ലൂവിൻ്റെ കോംപ്ലിമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നിങ്ങൾ നോക്കി, ബ്ലൂവിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? യെല്ലോ. സോ അതാണ്ടേ ആൻസർ യെല്ലോ എന്ന് കിട്ടി. കണ്ടോ, അപ്പോൾ ജസ്റ്റ് പിന്നെ @ കാണിക്കുന്നത് നമ്മൾ പേളിനകത്ത് ഏതാണ്? അറേയും പെർസെൻറ്റേജ് ഹാഷസുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ tuples in Python. In addition to arrays and hashes, Python provides 2 other composite type, tuples and sets. Okay, അപ്പം ഈ അറേയും ഹാഷസും, ഈ അറേക്ക് പറയുന്നതാണ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഹാഷസിന് പറയുന്നതാണ് ഡിക്ഷണറീസ്. ഇത് കൂടാണ്ട് പൈത്തൺ അതർ 2 കോമ്പോസിറ്റ് ടൈപ്സ് ആയ ടപ്പിൾസും സെറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുണ്ട് ഇവിടെ നമ്മൾ മുമ്പേ പേളിനകത്ത് അറേയും ഹാഷസും എങ്ങനെയാണെന്ന് പഠിച്ചില്ലേ, അതുപോലെ പൈത്തണിലും റൂബിയിലും അറേസും ഹാഷസും എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പൈത്തൺ ആർ റൂബി ലൈക്ക് പേൾ പ്രൊവൈഡ് ബോത്ത് കൺവെൻഷണൽ അറേസ് ആൻഡ് ഹാഷസ്. പേളിൽ എന്ന പോലെ തന്നെ പൈത്തണും റൂബിയിലും നമ്മൾ അറേസും ഹാഷസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ദേ യൂസ് സ്ക്വയർ ബ്രാക്കറ്റ് ഫോർ ഇൻഡെക്സിങ് ബോത്ത് കേസസ്. അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സ്ക്വയർ ബ്രാക്കറ്റാണ്. മറ്റേത് നമ്മൾ സാധാ പാരാന്തസിസ് അല്ലേ യൂസ് ചെയ്തത്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്.
and distinguish between array and hash initializers using bracket and brace limiters respectively. Okay, ഇവിടെ കണ്ടോ, ഇവിടെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ടാണ്. ദിസ് ഈസ് എ റൂബി സിൻടാക്സ്. ഇത് റൂബിയുടെ സിൻടാക്സ് ആണ്. ഇവിടെ പൈത്തൺ റൂബി എന്ന് പറഞ്ഞെങ്കിലും ഇത് റൂബിയുടെ സിൻടാക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൽ ഈ ഒരു സിമ്പിളിന് പകരം ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പൈത്തണിനകത്ത് നമ്മൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കളേഴ്സ് റെഡ്, ഗ്രീന്, ബ്ലൂ. കളേഴ്സിനകത്ത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് കൊടുത്തിട്ടുണ്ട്, അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ കോംപ്ലിമെൻറ്റ്സ് ഹാഷസിനകത്ത് കണ്ടോ റെഡ്, സിയാൻ, ഗ്രീൻ, മജന്ത, ബ്ലൂ, യെല്ലോ എന്ന് കൊടുത്തു. പ്രിൻറ്റ് കളേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കളേഴ്സ് ഓഫ് 0, ഇത് 1, ഇത് 0, ഇത് 1, ഇത് 2. ഇപ്പോൾ കളേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ ഏത് വരും? ബ്ലൂ വരും. ഇപ്പോൾ ബ്ലൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ കോംപ്ലിമെൻറ്റ് ഏതാ? യെല്ലോയും പ്രിൻ്റ് ആവും. കണ്ടോ? സോ അത് റൂബിയുടെ സിൻടാക്സ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് കോളൻ സിമ്പിൾ നമ്മൾ പൈത്തണിൽ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സിമ്പിൾ നമ്മൾ പൈത്തണിൽ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? കോളൻ സിമ്പിളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പൈത്തണിനകത്തുള്ള നെക്സ്റ്റ് ഒരു കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്പാണ് സെറ്റ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് സെറ്റ്. നിങ്ങൾക്ക് നോക്കി ഇവിടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്, എക്സ്, വൈ. ഓക്കെ, എക്സിനകത്ത് ABCD, വൈക്കകത്ത് CDEF. എന്നിട്ട് ആ ഫസ്റ്റ് ഓപ്പറേഷൻ നോക്കിയാൽ സെറ്റിനകത്തുള്ള യൂണിയൻ ഓപ്പറേഷൻ എക്സ് യൂണിയൻ വൈ എന്തായിരിക്കും? ABCDEF. കണ്ടോ, ഇതാണ്ട് ABCDEF. എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പം രണ്ടിലും കോമൺ ആയിട്ട് ഏതാ വരുന്നത്? CD. സോ CD. എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ എന്താ? എക്സിലുണ്ട് വൈയിലില്ല. ഏതാ എക്സിലുള്ളതും വൈയിലില്ലാത്തതുമായ ഏതാണ്? എക്സിലുണ്ട് വൈയിലില്ല. ഏതാണ്? എ എക്സിലുണ്ട് വൈയിലില്ല. ബി എക്സിലുണ്ട് വൈയിലുണ്ടോ? ഇല്ല. അപ്പോൾ ബി വരും. സി എക്സിലുണ്ട് വൈയിലുണ്ട്, പറ്റത്തില്ല. ഡി എക്സിലുണ്ട് വൈയിലുണ്ട്. എക്സിലുണ്ട് വൈയിലില്ലാത്തതാണോ? ഇ അല്ല, എക്സിലില്ല. എഫ് അതുപോലെയാണ്, എക്സിലില്ല. അപ്പോൾ എക്സിലുണ്ട് വൈയിലില്ലാത്ത ഏതാണ്? എയും ബിയും. കണ്ടോ, ഇറ്റ് ഈസ് സീൻ ഓൺ എക്സ്. എയും ബിയും എക്സിലുണ്ട്, പക്ഷേ എന്തിലില്ല? വൈയിലില്ല. സോ അതാണ് എക്സ് മൈനസ് വൈ മീൻസ് എക്സിലുണ്ട് വൈയിൽ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ ആൻസർ നോക്കേ, എന്താ കിട്ടിയത്? ABEF. അതായത് കോമൺ ആയിട്ടുള്ളതൊഴിച്ച് ബാക്കിയല്ല. ഇതെന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ളതൊഴിച്ച് ബാക്കിയല്ല. കോമൺ ആയിട്ടുള്ളത് സിയും ഡിയും, അതൊഴിച്ച് ബാക്കിയല്ല എന്ന് പറയുമ്പോൾ ABEF. കണ്ടോ, ABEF. കണ്ടോ, എക്സ് ഇൻ്റർസെക്ഷൻ അല്ല ശരിക്കും, അത് എക്സ് വൈ ഇതൊക്കെ ABEF. കണ്ടോ, റേസ്റ്റ് എന്നുള്ള സിമ്പിൾ പോലെ വരുന്നത്. അതെന്താണ്? ഇൻ്റർസെക്ഷൻ സിമ്പിൾ ഒഴിച്ച് ഇൻ്റർസെക്ഷൻ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ മതി. അടുത്ത C in I എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത ഓപ്പറേഷൻ C in I എന്ന് വെച്ചാൽ ഇൻ്റർസെക്ഷനകത്ത് C ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. ഇൻ്റർസെക്ഷനകത്ത് C ഉണ്ടോ? ഉണ്ട്. സിയും ഡിയും ആണ് നമുക്ക് ഇൻ്റർസെക്ഷൻ കിട്ടുന്നത് അല്ലേ? ആദ്യത്തിനകത്ത് ABCD, രണ്ടാമത്തിനകത്ത് CDEF. അപ്പോൾ സിയും ഡിയും. അപ്പോൾ സിയും ഡി ആണ് കോമൺ. അവർ ചോദിക്കുന്നത് C in I, അതായത് ഇൻ്റർസെക്ഷനകത്ത് C ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ട്രൂ വാല്യൂ തന്നേക്കുന്നത്. സോ ഇത് പൈത്തണിനകത്ത് ഉപയോഗിക്കുന്ന സെറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ, എക്സ് ഇൻ്റർസെക്ഷൻ, അതുപോലെ ഇത് നിങ്ങൾ ഓൾറെഡി പൈത്തണിനകത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് പാരാമീറ്റേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ യൂണിയൻ ഇൻ്റർസെക്ഷനൊക്കെ എടുക്കുന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ആണ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഡേറ്റ ടൈപ്പ് കോമ്പോസിറ്റ് ടൈപ്സിനകത്ത് കോൺടെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ, ദറ്റ് ഈസ് ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി. നിങ്ങൾക്കറിയാം ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞതാണ്. ദ ടേം കോൺടെക്സ്റ്റ് റെഫേഴ്സ് ടു ഇൻഫോർമേഷൻ അബൌട്ട് ഹൗ എ വാല്യൂ വിൽ ബി യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ പോട്ടെ, D = 3. ഇപ്പം ഇവിടെ നമ്മൾ D എന്ന് പറയുന്ന വേരിയബിളിനെ ഡബിൾ അല്ലേ, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഡബിൾ ആണ്. പക്ഷേ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ അതിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 3 ആയിട്ട്. സോ ഇത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ഓട്ടോമാറ്റിക്കലി എന്താണ് വിചാരിക്കുന്നത്? ഡബിൾ D എന്ന് കൊടുത്തത് കൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന വാല്യൂ ഓട്ടോമാറ്റിക്കലി അതൊരു ഡബിൾ വാല്യൂ ആണെന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ റൺ ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അതൊരു ഇൻറ്റിജർ വാല്യൂ ആണെന്ന്. ഇതിപ്പോൾ ഡബിൾ വാല്യൂ ആണോ? അല്ല. ഡബിൾ വാല്യൂ മീൻസ് വാട്ട്? ഫ്ലോട്ടിംഗ് പോയിൻ്റ്, അതായത് ഡെസിമൽ പോയിൻറ്റ്സ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്, പക്ഷേ കൊടുത്തേക്കുന്നതോ ഡബിൾ എന്നാണ്. സോ കമ്പൈലർ വിചാരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് D എന്ന് പറയുന്ന വേരിയബിൾ അസൈൻ ചെയ്തേക്കുന്ന ഒരു ഡബിൾ വാല്യൂ ആണെന്നായിരിക്കും. പക്ഷേ ശരിക്കും സംഭവിച്ചേക്കുന്നത് എന്താണ്? അവിടെ ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ ഇത്
എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനെ എന്താക്കി മാറ്റിക്കോളും, ഇതിനൊരു ഡബിൾ വാല്യൂ ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും. അതാണ് നമ്മൾ ടൈപ്പ് കോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സി കമ്പൈലർ കൊയേഴ്സസ് 3 ടു മേക്ക് ഇറ്റ് എ ഡബിൾ ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഇൻറ്റിജർ. ഒരു ഇൻറ്റിജറിന് പകരമായിട്ട് അതിനെ അങ്ങ് ഡബിൾ ആക്കും. നിങ്ങൾ കണ്ടില്ല, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ 3.0 അല്ലെങ്കിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യത്തില്ലേ, ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ കോൺസെപ്റ്റ് ഇൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും പല രീതിയിലായിരിക്കും ഓരോ കോൺസെപ്റ്റും ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ്റെ യൂസ് ചെയ്യുന്നത്. സോ Perl 5 ഹാസ് ഫീച്ചേഴ്സ് ദാറ്റ് allow one to program in an object oriented style. Perl 5-ന് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്റ്റൈലിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. PHP ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഹാവ് ക്ലീനർ മോർ കൺവെൻഷണൽ ലുക്കിംഗ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ്. PHPക്കും ജാവാസ്ക്രിപ്റ്റിനും എന്തുണ്ട്, നല്ല രീതിയിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് വർക്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. Python and Ruby are explicitly and uniformly object oriented. Perl uses a value model for variables. Objects are always accessed via pointers. Perl യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ മോഡലാണ്. വാല്യൂ മോഡൽ, റെഫറൻസ് മോഡലൊക്കെ ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡലിൽ പഠിച്ചതാണ്. സോ Perl എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന വാല്യൂ മോഡലാണ്. അവിടെ ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യുന്നത് വയ പോയിൻറ്റേഴ്സ് ആയിരിക്കും. In PHP and JavaScript, a variable can hold either a value of a primitive type or a reference to an object or composite type. PHPയിലും ജാവാസ്ക്രിപ്റ്റിലും ഒരു വേരിയബിളിന് ഒരു പ്രിമിറ്റീവ് ടൈപ്പിൻ്റെ വാല്യൂ ഹോൾഡ് ചെയ്യാം, അല്ല എങ്കിൽ കോമ്പോസിറ്റ് ടൈപ്പിൻ്റെ റെഫറൻസ് വഴി ഉള്ള വാല്യൂ ഹോൾഡ് ചെയ്യാം. ഓക്കെ. In Python and Ruby use a uniform reference model. Classes are themselves objects in Python and Ruby much as they are in Smalltalk. There are types in PHP much as they are in C++, Java or C#. C#ലും അതുപോലെ തന്നെ ജാവയിലും C++ലും ഉള്ളതുപോലെ തന്നെ PHPയിലും ടൈപ്സ് ഉണ്ട്. ക്ലാസ്സസ് ഇൻ Perl are simply an alternative way of looking at packages. JavaScript primarily has objects but no classes. JavaScriptൽ objects ഉണ്ട്, പക്ഷേ ക്ലാസ് കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ. Python and Ruby are explicitly object oriented. Both employ a uniform reference model for variables. Both PHP and JavaScript are more explicitly object oriented. So ഇതിൽ ജസ്റ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല. ഒബ്ജക്റ്റ് ഓറിയൻറ്റേഷൻ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയ Perl, PHP, Python, Ruby, JavaScriptലൊക്കെ എങ്ങനെയാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാന്നേ ഉള്ളൂ. ഓക്കെ.